CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ UDF ക്രിമിനലുകളും പോലീസും നടത്തിയ അക്രമത്തിൽ പ്രതിഷേധിച്ച് CPIM ശ്രീകൃഷ്ണപുരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നിയുക്ത ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. പാലക്കാട് മണ്ഡലത്തിൽ വിജയിച്ച UDFിൻ്റെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് വിജയാഹ്ലാദ റാലി നടത്തുകയുണ്ടായി. PMG സ്കൂളിന് സമീപത്തുള്ള പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ആഫീസ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നവീകരിച്ച് പാർട്ടിയുടെ PB അംഗം സഖാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത്. അവിടെ UDFിൻ്റെ ആഹ്ലാദ റാലി പോകുന്ന സമയം ഒരു നിലയിലുള്ള പ്രകോപനവും CPIMൻ്റെ ആഫീസിൽ നിന്നോ CPIMൻ്റെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. CCTV ദൃശ്യങ്ങളെല്ലാം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ പതാക അതുകൊണ്ട് പാതി മുഖം മറച്ച പ്രവർത്തകൻ ഒരു പ്രകോപനവുമില്ലാതെ UDFിൻ്റെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള വാഹനം പോകുന്നതിൻ്റെ 2-3 മീറ്റർ മാറി അവിടെ നടന്നു പോകുന്ന ആ ചെറുപ്പക്കാരൻ അക്രമി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ആഫീസിലേക്ക് കല്ലെറിയുകയാണ്, വലിയ കല്ലെടുത്തെറിയുകയാണ്. അവിടേക്ക് മറ്റ് ആയുധങ്ങൾ എറിയുകയാണ്. പാർട്ടി ആഫീസിലെ ചില്ലുകൊണ്ടുണ്ടാക്കിയ ചില ഭാഗങ്ങൾ അത് തകർന്നു പോവുകയാണ്. പാർട്ടി ജില്ലാ കമ്മിറ്റി ആഫീസിന് നേരെ ആക്രമണമുണ്ടായാൽ പാർട്ടി ജില്ലാ കമ്മിറ്റി ആഫീസിലുള്ളവർക്ക് വെറുതെ ഇരിക്കാനാകില്ല. അവർ പുറത്തിറങ്ങി പോലീസിനോട് പറയുമ്പോൾ അത് കേൾക്കാനല്ല, തിരിച്ച് ആ അക്രമത്തെ പ്രതിരോധിക്കാൻ നിന്ന ചെറുപ്പക്കാരനെ പാർട്ടി ജില്ലാ കമ്മിറ്റി ആഫീസിൽ കയറി കൂട്ടത്തോടെ അക്രമം കാണിക്കാനാണ് അക്രമം നിയന്ത്രിക്കേണ്ട പോലീസ് അവിടെ സജ്ജമായത് എന്ന് നാം തിരിച്ചറിയുകയാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, UDFിൻ്റെ പാലക്കാട്ടെ നിയുക്ത MLA പോലീസ് സംഘടനയിലെ പോലീസ് അസോസിയേഷനിലെ ചില ആളുകളുമായി ചേർന്ന് നിന്നുകൊണ്ട് ആസൂത്രിതമായി നടത്തിയ ശ്രമമാണോ ഇന്നലെ നടന്ന അക്രമമെന്ന് സംശയിക്കുകയാണ്. ഏത് പ്രദേശത്തായാലും സമാധാനപൂർണമായ അന്തരീക്ഷം ഉറപ്പുവരുത്താനാണ് CPIM പരിശ്രമിക്കാറുള്ളത്. എന്നാൽ അതിൽ നിന്ന് മാറി CPIMനെ പ്രകോപിപ്പിക്കാനും CPIMൻ്റെ ആഫീസ് ആക്രമിക്കാനും CPIMൻ്റെ പ്രവർത്തകരെ അക്രമത്തിലേക്ക് തള്ളിവിടാനുമുള്ള പരിശ്രമമാണ് ഇന്നലെ പാലക്കാട്ട് നടന്നത്. അതൊരു നിലയിലും അനുവദിക്കത്തക്കതല്ല. പോലീസ് സാധാരണ നിലയിൽ എതിർ വിഭാഗത്തിൽപ്പെട്ട ഒരു പാർട്ടിയുടെ ആഫീസിന് മുന്നിലൂടെ ഒരു ആഹ്ലാദ റാലി പോകുമ്പോൾ പോലീസ് ചെയ്യേണ്ട കാര്യം ആ ആഫീസിന് മുന്നിൽ നിന്ന് അവിടേക്ക് പ്രശ്നങ്ങളില്ലാത്ത നിലയിൽ വേഗം ആ ആഹ്ലാദ റാലി ആഫീസിന് മുന്നിൽ നിന്ന് വേഗതയിൽ കടത്തിവിടാനാണ് സാധാരണ നിലയിൽ പരിശ്രമിക്കാറുള്ളത്. അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള അക്രമം തന്നെ ആസൂത്രിതമായ പോലീസിൻ്റെ മൗനാനുവാദത്തോടു കൂടിയുള്ള അക്രമമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന മണിക്കൂറുകൾക്കകം പാലക്കാട് പോലെ നഗരത്തിൽ പോലും അവിടെ നടക്കുന്ന ആഹ്ലാദ റാലിയിൽ പോലും അത് നിയന്ത്രിക്കാനോ അതിൻ്റെ ഭാഗമായി പ്രശ്നങ്ങളുണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താനോ കഴിയാത്ത സേനയല്ല കേരളത്തിലെ പോലീസ്. SFIയുടെ പ്രവർത്തകരെ ലീഗിൻ്റെയും UDFിൻ്റെയും എല്ലാം വാക്കുകേട്ട് പ്രവർത്തകരുടെ നേതാക്കളുടെ അവരുടെ എല്ലാം ചൊൽപ്പടിക്ക് നിന്നുകൊണ്ട് പോലീസ് മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. UDFിൻ്റെ ഭാഗമായി നിൽക്കുന്ന ലീഗായാലും കോൺഗ്രസ് ആയാലും SFIയുടെ പ്രവർത്തകരെ, DYFIയുടെ പ്രവർത്തകരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഓഫീസിനെ ആക്രമിക്കാൻ വന്നാൽ അതിനെ സംരക്ഷിക്കാനുള്ള ശേഷിയും കരുത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന പാലക്കാട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഈ നാടിനെ ബോധ്യപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയുടെ വിജയാഹ്ലാദ പ്രകടനത്തോടനുബന്ധിച്ചാണ് അക്രമം ഉണ്ടായത്. P. അരവിന്ദാക്ഷൻ, B. രാജേഷ്, MK ദേവി എന്നിവർ നേതൃത്വം നൽകി.